വെടിവെച്ചിടൂടാ എല്ലാരെയും. ഭയങ്കര ഗെയിം അത്. ബോർഡറല്ല, കാർഗിൽ. എന്ത് തങ്ക ഇതുവരെ റെഡി ആയില്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇത് എപ്പോഴാണ് കൊടുത്തെങ്കിൽ ഈ സാരിയും ചുറ്റി നീ അങ്ങ് പോണത് അങ്കൻവാടിയില്? വളരെ വരെ പുതുമ ഉണ്ടല്ലേ. അവർക്ക് പ്രോട്ടീൻ മിക്സ് ഇല്ലാതെ ഇറങ്ങൂലാണ്. ഈ വയസ്സാം കാലത്ത് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഈ വീട്ടിൽ ഉണ്ടാക്കണത് തിന്നാ പോരാ. ക്ലീറ്റോ ഞാനല്ലേ പോയി മേടിക്കുന്നത്. ക്ലീറ്റോൻ എന്താ കുഴപ്പം? എന്റെ അമ്മ ഞാൻ ക്ലീറ്റോനോട് പോകാൻ പറഞ്ഞോ? ഇല്ലല്ലോ. പറഞ്ഞു നോക്കട്ടെ, എന്റെ പട്ടി പോകും. അയ്യോ, പട്ടിയും പോണ്ട പൂച്ചയും പോണ്ട, ഞാൻ പോയിക്കോളാം. എന്റെ അമ്മയല്ലേ. അല്ല, ഒരു പിന്നെ ആങ്ങളെ ഉണ്ടല്ലോ, ഒരു പോലീസുകാരൻ. അവൻ എന്തോന്നാണ് പണി? സ്റ്റേഷനിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അവിടെ നിന്ന് വരുമ്പോൾ അങ്കൻവാടി പോയിട്ട് അതും കൂടെ മേടിച്ചോണ്ട് വന്നാൽ എന്താ കുഴപ്പം? എന്ത് കറക്റ്റ്? ഒരു കറക്റ്റും ഇല്ല. അവന് പോകാൻ മനസ്സില്ല. നിങ്ങൾ രണ്ടും പോയി കേസ് കൊടുക്കും. ഇപ്പം എന്താ കുഴപ്പം? അത് ചോദിക്കണം. ഇത്രയായി നല്ല പ്രായത്തിൽ തിന്നേ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഇനി പ്രോട്ടീൻ മിക്സ് കഴിച്ചു, ഒട്ടൻ ചുക്കാതി വേണം, പിന്നെ ബൂസ്റ്റ് വേണം, ഹോർലിക്സ് വേണം. ഇത് പറഞ്ഞാൽ കേട്ട ഉടനെ വാങ്ങിയ 2 മക്കൾ അന്ന് എന്തിനും തയ്യാറായി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എന്താന്ന് ഇതെന്ത് പാടിത്? എനിക്കൊരു മടിയില്ല എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പോയി മേടിക്കണേന്. ഇത് കൊള്ളാം. മേടിച്ചു കൊടു. ആ, മേടിച്ചു കൊടുക്കും. അയ്യോ, നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പ്രായമായവർക്ക് അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കണമെന്ന് വെളിയിലോട്ട് ഇവിടെ വെടിവെപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് നാണാവില്ലടാ ഈ കാള പോലെ വളർന്നിട്ട് പിന്നെ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ. പ്രായമായവര് നാമവും ജപിച്ച് വെറുതെ വീട്ടിൽ വല്ലതും കൊടുക്കണമെന്ന് തിന്ന് സ്വസ്ഥമായിട്ട് ഇനിയുള്ള ശിഷ്ടകാലം അങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ നോക്കണം. അതല്ല അവരിങ്ങനെ ഒരു തുള്ളല്. നിങ്ങൾ എന്താ പറഞ്ഞത്? പ്രായമായവര് നാമവും ജപിച്ച് വീട്ടിലിരിക്കണമെന്നല്ലേ? അതെ, അത് നിങ്ങളുടെ പപ്പേനോട് പോയി പറ. ഈ പ്രായമായ സമയത്ത് ആ ശകടം ഉരുട്ടിക്കൊണ്ട് ഈ മനുഷ്യൻ ലോകം മുഴുവൻ ചുറ്റുന്നതിനാ? ആ സമയത്ത് വീട്ടിലിരുന്ന് വല്ല ധ്യാനവും കൂടാൻ പറ. അതെന്തേ പറയാത്തെ? പപ്പയുടെ ആരോഗ്യം നടക്കാൻ ഉരുക്കാണത്. അങ്ങനെ ഈ പ്രായത്തിനും അധ്വാനിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അത് കറക്റ്റ്. അതൊക്കെ ശരിയായിരിക്കും. പുള്ളി അതൊക്കെ ചെയ്യും. അതൊക്കെ ശരിയാ. പക്ഷെ നിങ്ങളോ മേലനങ്ങാതിരുന്ന് ഇപ്പൊ പപ്പയും മോനും ചേട്ടനും അനിയനെയും പോലെ ഉണ്ട്. എന്റെ പപ്പ എന്നെ കണ്ട എന്റെ ചേട്ടനെ പോലെ തോന്നുന്നു പറയണേൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും. അയ്യോ, പപ്പയല്ല ചേട്ടൻ. നിങ്ങൾ ചേട്ടൻ, പപ്പ അനിയൻ. നിനക്കങ്ങനെ പലതും തോന്നും. പിന്നെ ഞാനിപ്പോ അങ്ങ് പോകും. ആ അടുക്കളയിൽ സിങ്കിൽ കുറച്ച് പാത്രം കിടപ്പുണ്ട്, അതെല്ലാം കഴുകി വെച്ചേക്കണം. എന്റെ പേഴ്സ് എന്തിയെ? ഉത്തരവ്. കഴുകണം. എന്റെ പേഴ്സ് എന്തിയെ? ഇതാണ് നിനക്കല്ലേ അറിയൂ. കിട്ടി. കൊട ഉണ്ടായത് അവിടെ കൊണ്ടുവന്ന് കളഞ്ഞല്ലോ. ഇനി വെയിലത്ത് വേണ്ടേ ഞാൻ നടക്കാൻ? ഞങ്ങൾ പാർട്ടി കൊട കൊടുക്കണുണ്ടോ? പാത്രം കഴുകി വെച്ചേക്കണേ. കൈക്കൊരു വല്ലാത്ത വേദന ആണാ? അപ്പൊ നിനക്കൊന്നും വേണ്ടല്ലോ, വിശപ്പ്. കഴിക്കണ്ട. ഈ കൈക്കല്ല, ഈ കൈ. അയ്യോ, എന്തായാലും അത് ബുദ്ധിമുട്ടാണ്. കഴിച്ചു കഴിഞ്ഞാൽ ആ കൈ വേണ്ടി വരുമല്ലോ. എന്തിന്? വെറുതെ. ഇതൊക്കെ അപ്പടി വാടി അമ്മേ. ഞാൻ അമ്മയോട് പറഞ്ഞു സാമ്പാർ വെക്കാന്ന്. വെറുതെ ഇരുന്നിരുന്ന് മടുത്ത് വേണേ. രാവിലെ ആകുന്നു രാത്രി ആകുന്നു എന്നല്ലാതെ പ്രായം കൂടുക, അല്ലാതെ യാതൊരു അർത്ഥവുമില്ല ജീവിതത്തിന്. എൻ്റെ പൊന്നു കുഞ്ഞേ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാ. ഞാൻ എത്ര രായും പകലും ഇങ്ങനെ തള്ളി നീക്കിയതാ. ഇപ്പൊ ദേ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്നു. എന്നെ പോലെയാണോ ചേച്ചി? ചേച്ചിക്ക് മക്കളും ഉണ്ട്, ചെറുമക്കളും ഒക്കെ ആയി സന്തോഷത്തോടെ ഇരിക്കുവല്ലേ. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് ആരും ഇല്ലേ? ഞങ്ങളൊന്നും ആരുമല്ലേ അമ്മയുടെ? അതല്ലടി, ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോഴേ ഇച്ചിരി കളിയും ചിരിയൊക്കെ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേര് നേരെ ചീരത്തോട്ടത്തിൽ പോകും. ഞാൻ പിന്നെ വെറും മൂങ്ങയെ പോലെ അവിടെ കുത്തിയിരിക്കണം. അതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, എൻ്റെ കുഞ്ഞിന് പോണ്ട. അഥവാ അങ്ങനെ പോകണമെന്ന് തോന്നുന്നെങ്കിൽ ഞാനും കൂടെ വരാം. എന്താ? അതല്ലേ ചേച്ചി, എന്തെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിലേ അതൊരു വലിയ കാര്യമല്ലേ. രാവിലെ അങ്ങ് ഇറങ്ങി പോവാമല്ലോ. വെറുതെ മൂങ്ങയെ പോലെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ടല്ലോ. ശമ്പളമൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അന്ന് അമ്മ ഒരു ജോലിക്ക് പോകും. 10 രൂപ കിട്ടിയ അത്രയായില്ലേ? അത്ര അമ്മാവനെ സഹായിക്കാമല്ലോ. ഈ പ്രായത്തിൽ എനിക്കിനി എന്ത് ജോലി കിട്ടാനാടി? ഇതെന്ത് അമ്മയ്ക്ക് അതിനും മാത്രം വലിയ പ്രായമായോ? ക്ലീറ്റോ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കിയേ, 100 ജോലി ശരിയാക്കി തരും. അയ്യോ, എന്നാ പിന്നെ അതിലൊരു ജോലിയൊക്കെ അവൻ്റെ അടുത്ത് പോകാൻ പറ. കണ്ട, അതിന്റെ ഇടയിൽ കൂടെ അമ്മ ക്ലീറ്റോ ചേട്ടനോട് കുത്തണത്. എന്റെ അമ്മ ക്ലീറ്റോ ചേട്ടന്റെ ജോലി കിട്ടാഞ്ഞിട്ടൊന്നും അല്ല.
ക്ലീറ്റോ ചേട്ടന് പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. പക്ഷെ ക്ലീറ്റോ ചേട്ടന്റെ ജീവിത ലക്ഷ്യം അതല്ല. നാട്ടുകാരെ സേവിക്കുക, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നല്ല ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷം കിട്ടുക, ഇതൊക്കെയാണ് ക്ലീറ്റോ ചേട്ടന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. പൊന്ന് ലില്ലി, ആദ്യം സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും നോക്കാൻ പറ, എന്നിട്ട് നാട്ടുകാരെ സഹായിക്കാൻ പറയണം. അതാണ്. ആ അങ്ങനെയൊക്കെ നോക്കിയിരുന്നെങ്കിലേ ഗാന്ധിജിക്ക് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തരാൻ പറ്റുമായിരുന്നോ? ഇത് പൊന്ന്, ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുന്നത് ക്ലീറ്റസ് ആണെന്ന് പറയുന്നത്, അത് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. അല്ലെങ്കിൽ അമ്മാവന് ശരിയേത് തെറ്റേത് എന്നൊന്നുമില്ലല്ലോ. അമ്മാവന് ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യുന്നു അതാണ് ശരി. ഇപ്പൊ തങ്കം അംഗനവാടി പോയത് തെറ്റാന്ന് ഞാൻ പറയണം? അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. എടാ, ഇപ്പൊ അംഗനവാടിയിലെ ടീച്ചർ ചേച്ചിക്ക് അറിയണമുണ്ട് ഈ പ്രോട്ടീൻ കൊടുക്കണോ. അങ്ങനെ അവർ വെറുതെ തരുന്ന ഒരു സാധനം ഇവൾക്ക് കൊടുന്നു കൊടുക്കണതിൽ എന്താ തെറ്റ്? ഈ പ്രോട്ടീൻ മിക്സ് എന്ന് പറഞ്ഞാലേ ചില്ലറ സാധനമല്ല, പോഷക സമ്മിശ്രണത്. ആണ്. ആ, കഴിച്ചിട്ടുണ്ടോ മാമേ? പിന്നെ അങ്ങനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഇതെന്താ? ചുമ്മാ ഇടേ. എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഈ അംഗനവാടിയിലെ ഹെൽപ്പർ പണിയാണ്. അപ്പൊ അവിടുന്ന് അവൾക്ക് ഈ പൊടിയൊക്കെ കിട്ടുമ്പോൾ അത് എനിക്ക് തരാറുണ്ട്. പിന്നെ ഈ പണിയെടുക്കണനുസരിച്ച് ശമ്പളം ഒന്നും കിട്ടില്ല, വിഷമൊക്കെ പറയുമ്പോൾ ഞാൻ വല്ലതും കൊടുക്കും. ഈ പൊടി തരുമ്പോൾ 10, 50, 100. ആണോ? അത് ശരി. അപ്പൊ എത്ര പാവങ്ങൾ ഇവിടെ ജോലി ഇല്ലായിരിക്കുന്നത്. അമ്മാനെ വരുമ്പോ 100, 500 എന്റെ കൈകളിൽ വെച്ച് തന്നൂടെ? എടാ, നല്ലൊരു പണി ഉണ്ടായിട്ട് അതിന് പോകാണ്ട് തിന്നു കൊടുത്തിരിക്കണമെന്ന് ഞാൻ എന്തിനാ പൈസ ആയിരുന്നു? പണികളിലല്ലോ, പണിക്ക് പോകാത്ത കഴിക്കാൻ കിട്ടുന്നുണ്ടോ? പണിക്കുണ്ടായിരുന്നു. കഴിക്കണത് കുത്തനുണ്ട്. ആ അമ്മായിക്ക് ക്ലീറ്റോ ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മായിക്ക ക്ലീറ്റസ് എന്ന വ്യക്തിയോടാണോ അതോ ക്ലീറ്റസ് മത്ത എന്ന രാഷ്ട്രീയ പ്രമുഖനോടാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ആണോ? അപേക്ഷയായിട്ട് എഴുതി തരേണ്ടി വരും. പാർട്ടി ഓഫീസ് വഴി ബന്ധപ്പെടണമെന്നാണ്. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞു. അമ്മായിക്ക് എന്താ? എനിക്ക് മടുത്തടാ. അതല്ല, ഇവിടെ വെറുതെ ഇരുന്ന് മടുത്ത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം. ജോലി വെറുതെ ഇരുന്ന് മുഷിഞ്ഞും മടുത്ത് അങ്ങനെ അധ്വാനിക്കാൻ എന്തെങ്കിലും ജോലി വേണം അല്ലേ? പ്രത്യേകിച്ച് ജോലി ഒന്നും ഇല്ല ഇവിടെ ചെയ്യാൻ. ഒരു കാര്യം ചെയ്യാം അമ്മായി, തൽക്കാലം ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലി എന്ന് പറഞ്ഞാൽ തങ്കം പോവാൻ നേരത്ത് കുറെ പാത്രം എടുത്ത് സിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കഴുകി വെക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ജോലി അമ്മായി അങ്ങ് ചെയ്തു, അപ്പൊ ഒരു ജോലിയായില്ലേ? അതല്ല ക്ലീറ്റോ ചേട്ടാ, അമ്മായി വെറുതെ ഇരുന്ന് മടുത്തെന്ന്. അപ്പൊ അമ്മായിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ കൊള്ളാന്നുണ്ട്. ക്ലീറ്റോ ചേട്ടന് പരിചയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കടയിലോ സൂപ്പർ മാർക്കറ്റിലോ തുണിക്കടയിലോ ഒക്കെ അമ്മയ്ക്ക് ജോലിക്ക് പോകാലോ. എന്തിന്? വെറുതെ ഇരുന്ന് തിന്ന് പിത്തം പിടിച്ച തടിയാണിത്. മേലാണെങ്കിൽ പണിയെടുക്കണവർക്ക് പറഞ്ഞിട്ടില്ല സൂപ്പർ മാർക്കറ്റിലെ പണിയൊക്കെ. പിന്നെ അമ്മായി മേലാണെങ്കിൽ പണിയെടുക്കുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. നീ എവിടെ കേട്ടേക്കണേ? വീട്ടിലൊരു പണി പറഞ്ഞ് കേൾക്കില്ല അവള്. ഞാൻ ആ ചീരത്തോട്ടത്തിൽ പണിയെടുക്കണവർക്ക് ഇത്തിരി 4 ദോശയും ഒരു ചായ ഉണ്ടാക്കണി പറഞ്ഞു. അവൾക്ക് പറ്റില്ല. കാലുമ്പോ കാലേറ്റ് വെച്ചിട്ട് ഇതെങ്ങനെ ഫോണും നോക്കിയിരിക്കും. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലെ പണി പണിയായിരുന്നു. വിശന്ന് പ്രാണം കത്തിപ്പോയി. പിന്നെ തങ്കഞ്ചേട്ടത്തിന്റെ ബാഗിൽ അംഗനവാടിയിൽ പൊടി കാണും, എടുത്ത് കുറുക്ക് നമുക്ക് കഴിക്കാം. കുഴുക്കട്ട ഉണ്ടാക്കി തരട്ടെ? അതുകൊണ്ട് എന്താ ഉപമാനം മതി, ഏതായാലും മതി. പൊക്കോണം എഴുന്നേറ്റ്. നല്ല പുഷ്ടി ഉണ്ടാവുന്നു. പുഷ്ടി നിനക്കൊണ്ടാൻ വേണ്ടി കൊണ്ടുവന്നല്ല ഞാൻ. അയ്യോടാ, അമ്മയ്ക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് ആ ടീച്ചർ എല്ലാ പ്രാവശ്യം ഓരോന്ന് തരുന്നതാ. അത് മേടിക്കാൻ വേണ്ടി പോയത്. അത് മേടിക്കാൻ പോയപ്പോ ഇവർ രണ്ടുപേരും കൂടി എന്താ കിടന്ന് കാണിച്ചെന്നറിയാമോ? എന്തൊരു ബഹളമായിരുന്നു. അത് മാറ്റി വെച്ചോണോട്ടെ ഇവരുടെ കൺവീട്ടത്തുനിന്ന്. ഒന്നും ഞാൻ കൊടുക്കില്ല. നിനക്ക് അതൊക്കെ തിന്നണമെങ്കിൽ ഒരു 25 കൊല്ലം കൂടെ കഴിയട്ടെ, നിനക്കും തരും പുഷ്ടിയൊക്കെ വരാം. ഇപ്പൊ നിനക്ക് ആവശ്യത്തിലധികം പുഷ്ടിയുണ്ട്. ഇവിടെ നടന്ന പുകിലെല്ലാം ചേച്ചി അറിഞ്ഞ എന്താ ഒരാളുടെ മുഖം ഇരിക്കണ കടന്തല് കുത്തിയോലായില്ലേ? ഒറ്റ ഡയലോഗിൽ അമ്മയുടെ ഈ മുഖം ഇങ്ങനെ ആക്കിയ അമ്മാവൻ പ്രതിഭയാണ്, പ്രതിഭ. അമ്മാവൻ എന്ത് ചെയ്ത്? ചേച്ചി അമ്മായിക്ക് വെറുതെ ഇരുന്നിട്ട് ബോറടിക്കുന്നു. അമ്മായിക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം. അത് എന്ന് ക്ലീറ്റോ ചേട്ടനോട് പറഞ്ഞ് അത് അമ്മാവന് ഇഷ്ടപ്പെട്ടില്ല. ബെസ്റ്റ്. ജോലിയുടെ ഒക്കെ കാര്യം ബോധമുള്ള ആരെങ്കിലും ക്ലീറ്റോനോട് പറയോ? ആർക്കാണെങ്കിൽ ദേഷ്യം വരൂല്ലേ? ഒരുപാട് അങ്ങ് തലയിൽ കയറല്ലേ കേട്ടാ. ഞാൻ ആരാണെന്ന് ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം അറിയാം. നീ അതങ്ങോട്ട് വിഴുങ്ങി ഇറക്കാൻ നോക്ക്. വേറൊരു കാര്യമുണ്ട്, എനിക്കിപ്പോ ഒരു ജോലി ആയിട്ടുണ്ട്. എന്ത് ജോലി? എൻ്റെ അമ്മേ, അങ്ങനെ വലിയ ജോലിയൊന്നും അല്ല, ഒരു താൽക്കാലിക ജോലി അംഗൻവാടിയില്. ആർക്ക്? അംഗൻവാടി ഹെൽപ്പർ. നീയാ ഹെൽപ്പറാ? ഹെൽപ്പറാ? അതെങ്ങനെ? ആരോട് ചോദിച്ചിട്ട്? ഇതിപ്പോ എന്താ ഇപ്പൊ ചോദിക്കാനുള്ള? എടി, ഇപ്പൊ ഞാനങ്ങോട്ട് ചെന്നില്ലേ, അപ്പൊ അവിടുത്തെ ചേച്ചിയില്ലേ, ഹെൽപ്പർ ചേച്ചി, ലളിത ചേച്ചിയുടെ മോള് പ്രസവിക്കാറായിരിക്കുക. അപ്പൊ അവർക്ക് 2-3 മാസത്തെ ലീവ് വേണം. ആ കൊച്ചിൻ്റെ കൂടെ പോകണ്ടേ പ്രസവം എടുക്കാനും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അവര് വേറെ ആളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചെന്നപ്പോ എന്നോട് ചോദിച്ചു മോക്ക് പറ്റുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. 3 മാസത്തേക്കാ?
ആരോട് ചോദിച്ചിട്ട്? ആരോടാ ചോദിക്കാനുള്ള? നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. പിന്നെ എന്തിനാണ് ഗ്രഹനാഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീട്ടില്? നീ എങ്ങും പോകുന്നില്ല. അതല്ല ക്ലീറ്റോ. തങ്കം വേണ്ട. നിനക്ക് തൽക്കാലം നീ ഇപ്പൊ ആ ജോലിക്ക് പോകണ്ട. പറയണനുസരിച്ചാൽ മതി. ഇത് എന്ത് പാടാ അത്? ഞാൻ പോയി നിർത്തി നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഈ വീട്ടിലെ കാര്യം ഇത്. നീ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നീ ആദ്യം വന്ന് ഈ വീടിന്റെ ഗ്രഹനാഥൻ എന്നോട് പറയും. എന്നോട് പറയുമ്പോ അങ്ങനെയല്ല, എന്നോട് ആലോചിക്കണം. നീ തീരുമാനം എടുത്തിട്ടല്ലേ വന്നത്. പറയുമ്പോൾ ഞാനത് ആലോചിച്ചിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് പറയും. നീ റേഷൻ കാർഡിൽ മാത്രമേ ഉള്ളൂ ഗ്രഹനാഥ. വീടിന്റെ ഗ്രഹനാഥൻ ഞാനാണ്. ഞാൻ തീരുമാനിക്കും. അതുപോലെ കാര്യങ്ങൾ അനുസരിച്ചാൽ മതി. ആ ക്ലീറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ക്ലീറ്റ്? ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. വേണ്ട വേണ്ട. പക്ഷെ അത് കാല് മാറാൻ പറ്റൂല. കാല് മാറാൻ പറ്റില്ല. ഞാൻ അവരോട് വാക്ക് പറഞ്ഞു, അവർക്ക് ഇനി വേറെ ആളെ കിട്ടൂല. അയ്യോ, ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ആളിരിക്കുമല്ലേ. ദേ അമ്മായി, അമ്മായിക്കല്ലേ ജോലിക്ക് പോകണമെന്ന് നിർബന്ധം. അമ്മായി പോട്ടെ. അമ്മായി പോയ വേറെ പ്രശ്നമുണ്ട്. അമ്മായിക്ക് അവിടെ ദൂരം കൂടുതലല്ലേ ഇവിടെ വരെ. അമ്മായി രാവിലെ ഇറങ്ങിയാ പോലെ. അതുമല്ല, ചേച്ചിക്ക് എന്തോരം തയ്ക്കാനുണ്ട്. സന്ധ്യ ബ്ലൗസ് ഒന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതേ ഡിസൈനിൽ തന്നെ തയ്ച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴേ എനിക്കിപ്പോ അധികം തയ്ക്കാൻ വയ്യ. കഴുത്തുവേദനയുണ്ട്, കാലുവേദനയുണ്ട്. ഈ കഴുത്തുവേദനയും കാലുവേദനയൊക്കെ ഉള്ള ആളാണ് അംഗനവാടി പോയി ഇത്രയും പണിയെടുക്കാൻ പോകുന്നത്. അയ്യോ, അവിടെ ഇച്ചിരി ഉപ്മാവ് വിളമ്പി കൊടുത്താൽ മാത്രം മതി. ഉപ്മാവ് ഉണ്ടാക്കണ്ടേ? അവിടെ വേറെ ഒരുപാട് കുട്ടികളെ കാര്യങ്ങൾ നോക്കണം, അവരെ കുളിപ്പിക്കണം, കഴുകണം, അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട്. മാത്രമല്ല DTT പോലൊരു മഹാപ്രസ്ഥാനത്തിന്റെ സാരഥിയുടെ ഭാര്യ വേറെ ജോലി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നീ അതിന് ജോലിയും കണ്ടുവച്ചാലും നീ ജോലിക്ക് പോണ്ട. ക്ലീറ്റ് വെച്ചിട്ട് പറയുന്നത് കേക്ക് ചേച്ചി അനുസരിച്ചാ മതി. പോയി അവിടെ നില്ല്. നീ എന്തിനാ ഫോണും കൊണ്ട് നടക്കണം? നിന്നെ എത്ര പ്രാവശ്യമായി വിളിക്കുന്നത്? അവിടുത്തെ തല്ലിപ്പൊടിച്ച് കളാ. വണ്ടി ഓടിക്കാൻ ഫോൺ എടുക്കും. എന്താ വണ്ടി എടുക്കുമ്പോൾ ഫോൺ എടുക്കാൻ പാടില്ല? എവിടെയെങ്കിലും ഇതേപോലെ നിർത്തണം, എന്നിട്ട് ഫോൺ എടുക്കണം. അങ്ങോട്ടല്ലേ വരുന്നത്? പിന്നെന്ത് ഇങ്ങോട്ട് വരുന്നു? ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുക. ഇവരെല്ലാവരും ഒറ്റക്കെട്ടാ. എനിക്കൊരു പ്രശ്നമുണ്ട്. എടാ, ഇന്ന് ഞാൻ അംഗൻവാടി ചെന്നപ്പോഴത്തേനും അംഗൻവാടിയിലെ ലളിത ചേച്ചി അവരുടെ കൊച്ചിൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട് ലീവ് എടുത്ത്. അപ്പം അവരിങ്ങനെ 3 മാസം ലീവ് ആയതുകൊണ്ട് അവർ പകരത്തിനൊരാളെ നോക്കുക. അപ്പോൾ അവർ കുറേ ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പം എന്നെ കണ്ടപ്പോൾ ചോദിച്ചോ, തങ്കത്തിന് പറ്റുമോ എന്ന് വെച്ചാൽ ഹെൽപ്പറായിട്ടേ. അപ്പം അംഗൻവാടിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് കേട്ടത് ഇവിടെ എല്ലാത്തിനും പിരിവട്ടി. ആരും സമ്മതിക്കണില്ല. ക്ലീറ്റോൻ എന്തോ കുറച്ചില് പോലെ. ബാക്കി എല്ലാവർക്കും അമ്മായിനെ വിടണം. നിനക്ക് പോണോ? ആടാ, എനിക്ക് പോണോടാ. പക്ഷെ ക്ലീറ്റോ സമ്മതിക്കുന്നില്ല. എന്ത് ജോലി എന്നുള്ളതല്ല, ചെയ്യാനുള്ളൊരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നീ പോകും. എനിക്ക് നല്ല മനസ്സുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചോളാന്ന്. ശരിക്കും? പിന്നെ അപ്പൊ ഞാൻ പൊക്കോളട്ടെ? ധൈര്യമായിട്ട് പോ, ഞാനില്ലേ. അമ്മായിക്ക് ഇപ്പൊ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അറിയോ, ഇങ്ങനൊരു ആങ്ങളനെ കിട്ടാൻ ഞാൻ എന്ത് പുണ്യം ചെയ്യണം? നീ ഇത്ര പുണ്യം ചെയ്തിട്ടില്ലായിരുന്നു, പിന്നെ എങ്ങനെ ചെയ്തു? ചെയ്തിട്ടുണ്ട്. ചെയ്തത് കൊണ്ടല്ലേ കിട്ടിയത്. എന്നെ കണ്ടിട്ടില്ല കേട്ടാ. ഇല്ലേ? എന്നെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടില്ല. നീ അവര് ജോലിയുടെ കാര്യം ഞാൻ കുറച്ച് കഴിയുമ്പത്തേലും നിന്റെ അടുത്ത് വന്ന് പറയും. അപ്പൊ നീ ആദ്യം കേട്ടു. പോവാണേ. ചെറിയ ടിന്ന് ഡ്രമ്മൊക്കെ ഒരു ചാക്കിൽ നിറക്കി. ഇതൊക്കെ കത്തിക്കാട്ടാ. അതെ, ആവശ്യമില്ലാത്ത പുറത്തേക്ക് കത്തിക്കാതെ. ചേട്ടാ, ഇത് നമ്മുടെതല്ലേ? എടാ ക്ലീറ്റോ, നീ ഇത് അന്ന് കൊണ്ടുവന്നിട്ട് പിന്നെന്താ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ട് വെക്കാത്തത്? അമ്മാവാ, ഇത് ഇവിടെ ഞങ്ങൾ ഇത് തിന്ന് കളയുന്നില്ലല്ലോ. എന്റെ പാർട്ടി ഓഫീസിൽ ഒരു ചെറിയ പരിപാടി കൊണ്ട് അതിന് 5-6 കോടി. ഞാൻ ഇവിടെ ഇരിക്കട്ടെ അമ്മാവ, ഒരു മമ്മൂട്ടിയുടെ ആവശ്യമുണ്ട് ഇവിടെ. അവിടെ വേണ്ടത് അവിടെ എത്ര എണ്ണം ഉണ്ട്? ഇവിടെ കനകനോട് പഠിക്കാൻ പറ. തങ്കം ചേട്ടത്തി പൊട്ടിപ്പോയി കാണാനില്ലെന്ന് പറഞ്ഞ മൺചട്ടി ഇത് ഓർക്കണണ്ടാ? അന്ന് ഇച്ചിരി മത്തി വാങ്ങിച്ചോണ്ടെന്ന് രാത്രി നമ്മൾ കുളിച്ചൊരുങ്ങി ഇരുന്ന് കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കില്ല, ചട്ടി എടുത്ത് ഒളിച്ച് വെച്ചാണ്. സത്യമായിട്ട് പിടി അവിടെ അങ്ങനെ വെച്ചോ. നീ അന്നൊരു ടീപ്പോ കൊടുത്തില്ല അവിടുന്ന്? എവിടുന്ന്? വീട്ടിൽ നിന്ന്. അതെവിടെ? ആര് ടീപ്പോ കൊടുത്ത്? പാർട്ടി ഓഫീസിലെ ടീപ്പോ അൻസാർ ഇരുന്ന് പൊട്ടിയപ്പോ അമ്മാന്റെ വീട്ടിൽ നിന്നുള്ള കൊണ്ടുവന്നല്ലേ ഇട്ടേക്കുന്നേ. എന്റെ കാല് പൊടിഞ്ഞു. അപ്പൊ ഇനി അത് അവിടെ നിങ്ങൾക്ക് തരാം, ഇതെല്ലാം തരാം. എടേ അതുകൊണ്ട് ഇപ്പൊ 30 കസേര ഉണ്ട് ഇവിടെ. ഒരു 20 എണ്ണം കൂടി എടുക്കണം, എന്നാലേ നമ്മുടെ മീറ്റിങ്ങിന് അവിടെ തികയുള്ളൂ. ഇതൊക്കെ കൊണ്ട് പാർട്ടി ഓഫീസിൽ അമ്മാവാ, ഇത് പാർട്ടി ഓഫീസിൽ കൊണ്ടിട്ട് ഓരോരുത്തന്മാരുടെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഇവിടെ കിടക്കട്ടെ, ഞങ്ങളുടെ പെൺപുള്ളിയുടെ പ്രോഗ്രാം ഒക്കെ ഇവിടെ വരും. 10 പേരല്ലേ, 30 ദിവസം.
ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് പെട്ടിയോട്ടക്കകത്ത് ഇതും കയറ്റി പ്രകാശന്റെ ഇടയിൽ നിന്ന് ബാക്കി കസേര എടുത്ത് അങ്ങോട്ടിറങ്ങാം. ഒരു 4 മേശയും കൂടെ എടുത്തോ. എല്ലാം കൂടെ പെട്ടിയോട്ടക്കകത്ത് അങ്ങനെ കയറി. കുട്ടിയാട്ടമല്ലേ നിന്റെ തലയിലല്ലോ. എന്താണ് ഒരു മരാമത്ത് പണിയൊക്കെ? ആഹാ. മനസ്സ് വിചാരിച്ചുള്ളൂ നാരങ്ങ വെള്ളം കുടിക്കണം. ഓ. ഇതൊക്കെ നന്നായില്ല. എപ്പോ വന്നേട്ടാ? ഞാൻ വന്നിട്ട് കുറച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കാന്. ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. അതൊക്കെ വന്ന് ഇത് നാരങ്ങ ബിസ്ക്കറ്റൊക്കെ ഇടേ. എടുക്ക് കുടിക്കേ. ആ അതെടുക്കാം. നീ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറ. എന്തേന്? നാരങ്ങളും ബിസ്ക്കറ്റൊക്കെ ആയിട്ട് ആങ്ങളെയും പെങ്ങളെയും കൂടെ വന്നേക്കണം. തങ്കത്തിന് അംഗൻവാടിയിൽ ജോലിക്ക് വിടണം എന്ന് പറയാനല്ലേ നീ ഈ നാരങ്ങളുള്ള ഇതായിട്ട് വന്നത്? അല്ലേടേ. പക്ഷെ എന്നാ ഞാൻ രണ്ടുപേരും കേൾക്കാനായിട്ട് പറയാണ്, തങ്കം ആ ജോലിക്ക് പോണില്ല. പകരം ജോലിക്ക് പോകാൻ കൊതിച്ച് നിൽക്കുന്നത് അമ്മായി പോട്ടെ. ആ ആര്? അമ്മായി. അവിടെ ഒന്നും പോണില്ല. നിന്നോട് ഞാൻ പോണ്ടാ പറഞ്ഞിട്ടില്ല. എനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ കൂടെ ചീരത്തോട്ടത്തിലേക്ക് പോലെ. ഇല്ല, ഞാൻ അങ്ങനോട്ട് പോകും. ഈ ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. അംഗൻവാടി ടീച്ചർമാരെ ഹെൽപ്പർമാരെയൊക്കെ താൽക്കാലിക ജീവനക്കാരെന്ന് സ്ഥിര ജീവനക്കാരാക്കാനുള്ള നിയമം. ആ നിയമം കേരളത്തിലും വരുമോ? അതിനുള്ള തയ്യാറെടുപ്പിലാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നടന്നാൽ ഈ കുറച്ച് നാളത്തേക്ക് കയറുന്ന താൽക്കാലിക ജീവനക്കാരനല്ലോ അവർ സ്ഥിര ജീവനക്കാരായി മാറും. അപ്പൊ അവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ ഈ അംഗനവാടി ജീവനക്കാർക്കൊക്കെ ഇനി പെൻഷൻ കിട്ടും. പെൻഷനും അല്ലെങ്കിലും ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാം ഹൈടെക് അല്ലേ അമ്മാവാ? അല്ലടെ നീ പറഞ്ഞു പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവളിപ്പോ താൽക്കാലിക ജോലിക്കാരായിട്ട് അവിടെ കയറി കഴിഞ്ഞാൽ അതിനെ സ്ഥിര വരുമാനക്കാരിയാക്കാൻ മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റുമോ? എന്റെ പിടിപാടുകൊണ്ട് ഈസി ആയിട്ട് പറ്റും. സർക്കാർ ജോലിക്കാരിയാ? അല്ല, അങ്ങനെയൊക്കെ നടക്കുവോ? നടക്കുമായിരിക്കും. തങ്കമല്ലല്ലോ, ഞാനല്ലേ പോകുന്നേ. അത് ശരിയാ, ചേച്ചിക്ക് പോകാൻ പറ്റത്തില്ല. ചേച്ചിക്ക് സന്ധ്യയുടെ ബ്ലൗസ് തയ്ക്കാനുണ്ട്. അത് മാത്രമല്ല എന്തോരോ ചേച്ചിക്ക് തയ്ക്കാനിരിക്കുന്ന. എന്തുവാണ്, എനിക്ക് കഴുത്തും പാടില്ല കയ്യും പാടില്ല. അത് തന്നെയല്ല, ഞാൻ മാത്രമാണ് ഈ നാട്ടിൽ തയ്യക്കാരി ആയിട്ടുള്ളൂ. എനിക്ക് തയ്ക്കാൻ പറ്റില്ല. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? നീ ജോലിക്ക് പോകുന്നു? തങ്കം പോകുന്നു. പോകുന്നു, അത്രേ ഉള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. ക്ലീറ്റോന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിട്ട് പോവാൻ ഞാൻ. കുഴപ്പമൊന്നുമില്ല. അമ്മായിക്ക് നമുക്ക് വേറെ മേടിച്ചിട്ട് പോയാൽ മതി. അവൻ സമ്മതമാണെങ്കിൽ പോയാൽ മതി. അമ്മായിക്ക് സർക്കാർ ജോലിയൊക്കെ ആയി മാറുമെങ്കിൽ പിന്നെ ആരടാ സമ്മതിക്കാതിരിക്കുക? അപ്പൊ ആ ചേച്ചി വിളിച്ച് പറ. എന്നാ ഞാൻ പോവാല്ലേ? നീ പോണം തങ്കം, പോണം. തൽക്കാലം പോയിട്ട് താൽക്കാലിക ജീവനക്കാരിയായി നിക്ക്. അപ്പൊ ഇവള് സ്ഥിര വരുമാനക്കാരിക്കും. പിന്നെ നമ്മള് സർക്കാർ ജോലിക്കാരിയാവും. ഒരു പാടാണോ? ശമ്പളം, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, PF ഇങ്ങനെ കുറെ സുഖമായിട്ട് കിട്ടും. അല്ല, നല്ല കാലം വരെ ഒരു സമയണ്ടേ. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് നിനക്ക്. അടിമുടി ഒന്ന് ഞാനും ഓർത്തു, ഞാൻ ഈ പഴയ സാരിയൊക്കെ മാറ്റി കുറച്ച് വില കൂടിയ സാരിയൊക്കെ ശരി ശരി. നമുക്ക് എന്നാ പിന്നെ നീ കുടിച്ച ക്ലാസ് അവിടെ തരട്ടെ. മതി. ദാഹം നോക്കി നിൽക്കാതെ ചെയ്യാൻ അങ്ങോട്ട്. നല്ല വെള്ളം കുടി. ഓ, ഈ സന്തോഷത്തിൽ ഇന്ന് ജോലിയൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിലേ ജോലി ചെയ്യില്ലല്ലോ നീ. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. ക്ലീറ്റോ കഴിച്ചു കഴിഞ്ഞല്ലോ ഇതുവരെ. ക്ലീറ്റോ ദേ ഞാൻ ഇറങ്ങുവാ, സമയം പോയി. ഇറങ്ങല്ലേ ഇറങ്ങല്ലേ. ഇറങ്ങിക്കളയല്ലേ. ഇതെന്നാ കുടിക്കാനും കഴിക്കാനും. കുടിക്കാൻ അവിടെ വെള്ളമുണ്ട്, കഴിക്കാൻ എന്തുവാ? അവിടെ വെള്ളം ഇരുന്നോട്ടെ. ഇവിടുന്ന് നല്ല ഇച്ചിരി ചൂടുവെള്ളം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെച്ചു. വേണ്ട, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇതൊന്നും വേണ്ട. ഇവിടെ ഭക്ഷണമുള്ള അത് കഴിച്ചോ. ഇതൊരു ഇടക്കാല ആശ്വാസം പോലെ എൻ്റെ ഒരു സ്പെഷ്യൽ ബ്രെഡും ഓംലേറ്റും. എന്നിട്ട് വൈകിട്ട് വരുമ്പോ ഇതിനകത്ത് മഞ്ഞപ്പൊടിയും ചോളം എന്താന്ന് വെച്ചാൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരണം. മഞ്ഞപ്പൊടിയോ? ഉപ്പുമാവ്. പിന്നെ തലതെറിച്ച പിള്ളേരാ അംഗനവാടി. ഞാൻ ടീച്ചർ വണ്ടി പണിക്കാനായിട്ട് പോയപ്പോ കേട്ടോ കലപില ഭയങ്കര പോലെ ദേഷ്യപ്പെടാനാ നിക്കല്ലേ. ഡേ അതിനേക്കാളും തലതെറിച്ച രണ്ടെണ്ണത്തിന് വളർത്തിയുള്ളതാണ് അവള്. അവൾക്കറിയാം പിള്ളേരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. ക്ലീറ്റോ കൊണ്ടുപോയല്ലേ? ആ ഇരിക്കട്ടെടി. ക്ലീറ്റോനറിയാം എന്നെ. എന്നാ ഞാൻ പോട്ടെ. ഓ പ്രാർത്ഥിക്കട്ടെ ക്ലീറ്റോ. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ആ അതെ. പിന്നെ അവിടുന്ന് കഴിക്കാണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നത് കഴിക്കാൻ മറക്കണ്ട. ഇല്ല, പോയിട്ടെ ക്ലീറ്റോ. അമ്മേ പോയിട്ടെ. അല്ല പിന്നെ പണ്ടൊരു കണിയാൻ എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ 2 മക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന്. എപ്പോഴും ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ തങ്കത്തിൻ്റെ കാര്യം എന്തേന്ന്. പക്ഷേ ഇത് താമസിച്ചാണെങ്കിലും കിട്ടിയല്ലോ. അല്ല അമ്മ, ആ കണിയാൻ മരുമക്കൾക്ക് വല്ലതും സർക്കാർ ജോലി കിട്ടുമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതില്ലെങ്കിലും ഒരു മരുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു കണിയാന്മാരും പറയൂല. അവന്റെ സമയങ്ങളായിട്ട് അറിയിക്കോ. ഞാൻ നിന്റെ കൂടെയാണ് വരുന്നത്. അവിടെ വിടാം. നീ ചെല്ല്. അന്നാ ഞാൻ പോയിട്ട് വരട്ടെ.
സ്റ്റേഷനിൽ പോണവർക്ക് അവിടെ അങ്ങ് ഇറങ്ങാലോ. ചെല്ല്. അപ്പൊ ഇനി മുതൽ അങ്ങനെ പോവാലോ, നിനക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ള. ഓ നീ വാ. പോയിട്ട് വരട്ടെ. തിരിച്ചും കൂടെ അവളെ വിളിച്ചോണ്ട് വരണം. എടേ എടേ ഉത്തരവാദിത്തമുള്ളവനെ. ഭയങ്കര ഉത്തരവാദിത്വം. ഏയ് എനിക്ക് നമുക്ക് പൊതുജനങ്ങളുടെ കാര്യങ്ങൾ പലതും നോക്കാറുണ്ട്. ആ കേട്ടോളൂ, എല്ലാരും കേട്ടോളി. അയ്യോ നിനക്ക് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇല്ല. അപ്പൊ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും നോക്കണമല്ലോ. പോകാം എന്നാ. പോട്ടെ എടി. ഇത്ര നല്ല സാരിയൊക്കെ എന്തിനാ എടുത്തോണ്ട് പോണത്? കഞ്ഞിയൊക്കെ വെക്കണ്ടല്ലേ അവിടെ? പോട്ടെ. നോക്കിയും കണ്ടും ഒക്കെ നിന്നോളണേ. വൈകി. സ്ഥിരമായി കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. അയ്യോ ദേടാ, ചേച്ചി വരുന്നു. ലളിത ചേച്ചി. എന്താന്നോ, അവിടെ എനിക്ക് പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ 2 ദിവസം വന്നെല്ലാം കാണിച്ചു തരാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ടേ? നീ പൊക്കോന്നാ, ഞാൻ ചേച്ചിയുടെ കൂടെ വന്നോളാം. എന്നാ ഞാൻ ഇവന്റെ കൂടെ പോവാന്ന് വിചാരിച്ച് നിക്കുവായിരുന്നു. അതെ, ഞാൻ എൻ്റെ മോളുടെ പ്രസവത്തിന് വേണ്ടിയാണ് ലീവ് എടുത്തത്. ഇപ്പം പ്രസവിക്കുന്ന അമ്മയ്ക്കും കുഞ്ഞിനെയും നോക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ എന്തോ ഒരു പുതിയ പാക്കേജ് ഉണ്ടെന്ന് കേട്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ലീവ് അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനി മുതൽ ഞാൻ പൊക്കോളാം. തങ്കം വരേണ്ടതില്ല. പോട്ടെ. അവര് ലീവ് ക്യാൻസൽ ചെയ്തെന്നു. ചേച്ചിയുടെ ജോലി പോയി. പോട്ടെ. സകം വിഷമിക്കല്ലേ, നമുക്ക് വേറെന്തോ വലുത് വരാനുണ്ട് എന്നുള്ളത് അങ്ങനെ സമാധാനിക്ക്. അല്ല, പഞ്ചായത്തിൽ നിന്ന് ക്ലീറ്റോ ചേട്ടൻ എന്തോ വലിയ ജോലി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അത് മേടിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പം ഭരണം നമ്മുടെ കയ്യിലല്ലല്ലോ. നമ്മുടെ കയ്യിൽ ഭരണം വരുമ്പോഴേ ഞാൻ മേടിച്ചു കൊടുക്കും. നമുക്ക് വേറെ ഒലിപ്പിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. സാരമല്ല മക്കളെ, കേട്ടാ? വിഷമിക്കണ്ട, മക്കൾക്ക് കിട്ടും കേട്ടാ. മറ്റേ ആ തുണി എടുത്തു തന്നേരെ, സന്ധ്യയുടെ. ഏത് തുണി? തയ്ക്കാനുള്ള. കൊള്ളാം. കാലിനും കൈക്കും വയ്യാത്ത ആളാണ് ഇനി തയ്ക്കാൻ പോണത്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ചേച്ചിക്ക് പറ്റത്തില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊടുത്തോളെ. അയ്യോ, എന്ത് സ്വഭാവം ഇത്? സാരമില്ല, മക്കൾക്ക് ഇതിനേക്കാളും നല്ല ജോലി കിട്ടും. ഇങ്ങോട്ട് നോക്ക്. സാരമില്ല, ഞാൻ കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ബ്രെഡും ഓംലെറ്റും കഴിക്കാം. എൻ്റെ കയ്യിലുണ്ട്.